ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും വെൽക്കം ടു നിതീസ് കുക്ക് എൻജോയ്. അപ്പോൾ എനിക്ക് കുറച്ചധികം കറിവേപ്പില കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിനെ എങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന കറിവേപ്പിലയാണ്. അപ്പോൾ ഞാനിതൊരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് നല്ലപോലെ സൂക്ഷിച്ച് വയ്ക്കും. ഇനി ഇത് നല്ലപോലെ കഴുകിയെടുക്കണം. എല്ലാ കച്ചറകളൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കണം. കാരണം നമ്മളിത് ഡയറക്റ്റായിട്ട് കറിയിലേക്ക് ഇടുക ചെയ്യുന്നത്. കഴുകിയെടുത്ത കറിവേപ്പില ഇതുപോലെ ഒരു തുണിയിലൊക്കെ നിരത്തിയിട്ടിട്ട് അത് ഈർപ്പം മുഴുവൻ കളഞ്ഞെടുക്കണം. ഈർപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിത് ഫ്രീസ് ചെയ്യുന്ന സമയത്ത് കേടായി പോകും. അപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത കറിവേപ്പിലേനെ നമ്മളിതുപോലെ അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് വെറും ഇല മാത്രം എടുക്കും. അതിനുശേഷം കയ്യിൽ കുറച്ച് ഓയിൽ, വെളിച്ചെണ്ണ എടുക്കരുത്, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കയ്യിലൊന്നാക്കിയിട്ട് ഈ ഒരു കറിവേപ്പിലയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരു വർഷം വരെ കേടാവാണ്ടിരിക്കും. ഞാനിത് 2 രീതിയിൽ പ്രിസർവ് ചെയ്ത് വെച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്തിട്ടും ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്യാണ്ടും. ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആണ് എനിക്ക് കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാക്കറ്റിലുള്ളത് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. കണ്ടോ, അതിൻ്റെ ഇല ഇപ്പോൾ ഒരു മാസത്തിൽ മേലെ ഇത് ഫ്രീസറിലിരിക്കുന്നത്. ഇലയുടെ കളർ പോലും മാറിയിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെയുണ്ട്. അതേപോലെ തന്നെ താഴത്തെ ബാഗിലുള്ളത് ഓയിൽ അപ്ലൈ ചെയ്യാത്തതാണ്. അതും ഫ്രഷായിട്ട് തന്നെയുള്ളത്, പക്ഷേ ഓയിൽ അപ്ലൈ ചെയ്തതാണ് ഒന്നുകൂടെ ഫ്രഷായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പോർഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കറിവേപ്പില ബാക്കി വരുമ്പോഴും ഇതുപോലെ എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഒറ്റ ബൈ.